സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സത്യനാടാറില്ലേ? കണ്ടതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. മറന്നിട്ട് വേണ്ടേ സാർ ഓർമ്മിക്കാൻ? എന്താ ഉണ്ടായത്? ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് അയാൾ ഇവിടെ വന്നത്. വണ്ടി ഇതേ അവിടെയാ പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മാറ്റിയിട്ടേക്കാമെന്നും പറഞ്ഞ് ഡോർ തുറന്ന് ഒരു പെട്ടി എടുത്തോണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. റോഡ് ക്രോസ് ചെയ്ത് തിരുമുൽപ്പാട് എങ്ങോട്ട് പോകാൻ വന്നതായിരിക്കണം? ആ നേരെ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ മറ്റു പോയതായിരിക്കും സർ. സ്പോട്ടിൽ ആദ്യം എത്തിയത് ആരാ? അത് കമ്മീഷണർ മായാപിള്ള മേഡം. സംഭവം നടന്ന എത്ര മിനിറ്റിനുള്ളിൽ? ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് അവരെത്താൻ നിങ്ങൾ അവരെ വിളിച്ചറിയിച്ചോ? ഇല്ല സർ, ഈ വഴി എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. സ്പോട്ടിൽ കമ്മീഷണറുടെ റിയാക്ഷൻ? കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവരാകെ പരിഭ്രമിച്ചിരുന്നു സർ. അങ്ങനെ തോന്നാൻ കാരണം? എനിക്കങ്ങനെ തോന്നി സർ. താൻ പൊയ്ക്കോ സർ. അബൂട്ടി സർ, പെരുമുൽപ്പാടിന്റെ ലക്ഷ്യം സൂപ്പർ മാർക്കറ്റിലെ പരിപ്പും പപ്പടമൊന്നുമല്ല, അവിടെ തന്നെയുള്ള മറ്റേതെങ്കിലും വാതിലായിരിക്കണം. ആകാം സാർ. തനിക്ക് പള്ളിക്കാരെ മാത്രം നോക്കിയാൽ മതി, എനിക്കത് പോരണേ. കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവനാ ഞാൻ. 101 നെയ്യപ്പത്തിന് തന്നെ എന്തുവാ രൂപ 200 ചെലവ്. അയ്യോ, താൻ കത്തനാരോട് പറഞ്ഞാൽ മതി. ഇന്ന് അവധി ദിവസമായിട്ട് പോലും ഞാൻ അവിടെ ബാങ്ക് തുറന്ന് വെച്ചോണ്ടിരിക്കുന്നത് തന്റെ ശൃംഗാരം കേൾക്കാനല്ല. എന്നെ ഉപദ്രവിക്കാതെ താനൊന്ന് ഫോൺ വെച്ചോണ്ട് പോടാവേ. హలో ఈ పచ్చగారు నమస్కారాలు బాగున్నారా? నేను బిజినెస్ కోసం చెప్పు. സോറി ഞാൻ 1-2 മാസമായിട്ട് അങ്ങ് ആന്ധ്രയിലായിരുന്നു, അതുകൊണ്ടായി തെലുങ്ക്. ഈ പച്ചന എന്നെ മനസ്സിലായില്ലായോ? എവിടെയോ കണ്ട് നല്ല പരിചയം, ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ആദിമൂലം, മൂലമറ്റത്താ വീട്. മൂലച്ചായനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. മൂലച്ചായനല്ല, ആദിച്ചായൻ. ആദിച്ചായൻ എന്നാത്തിന് ആന്ധ്രയിൽ പോയേ? അവിടത്തെ ചത്തുപോയൊരു നേതാവിന്റെ 2ാം ഭാര്യയുടെ നമ്പർ 2 മാറ്റുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ കച്ചവടം അതാണല്ലോ. കച്ചവടം വല്ല പെൺവാണിവോ മറ്റോ ആന്നോ? അതല്ല ചായ, നമ്പർ 2 മനസ്സിലായില്ലേ? കണക്കിലില്ലാതെ പണം, ബ്ലാക്ക് മണി. ഓ ഉണ്ട, അങ്ങനെ പറ. ഉണ്ടയോ? ഈ ബ്ലാക്ക് മണിക്ക് ഞങ്ങൾ പറയുന്ന കോഡ് ഉണ്ട എന്നാ. ഒരു ഉണ്ട 10 ലക്ഷം. 2 ഉണ്ട ഇവർക്കുണ്ട്, മൊത്തം 40 ലക്ഷം. ഞാൻ ഇവരെ ഇങ്ങോട്ട് വളച്ചോണ്ടുന്നത് ഉണ്ട 4 പെട്ടിയിലോട്ടിട്ട് എന്റെ കമ്മീഷൻ കമ്മീഷനൊക്കെ ഞാൻ തരത്തില്ലായോ. ആദ്യം ഇവർ ആരൊക്കെയൊന്ന് പരിചയപ്പെടുത്തിത്താ. 2 പേരും തമിഴ്നാട്ടുകാരാ. ഇവര് വന്ന് കുപ്പത്ത് രാജ MLA. അനാ മാവട്ട ചൊല്ല മാട്ടെ, സീക്രട്ട്. പിന്നെ നഹക്കട നാദമുനി ചെട്ടിയാരെന്ന് കേട്ടിട്ടുണ്ടോ? ഓ, അദ്ദേഹമാണോ ഇദ്ദേഹം? അദ്ദേഹമല്ല ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ മകൻ കട്ടബൊമ്മ ചെട്ടിയാരാണ് ഇദ്ദേഹം. ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇവരുടെ ഉണ്ട് ഇവിടെ സേഫ് ആയിരിക്കും. മാസാമാസം പലിശ കൃത്യമായി അങ്ങ് അയച്ചു തരും. വിഷയത്തെ പറ്റി ഇപ്പൊ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടല്ലേ? അയ്യോ, ലോക്കർ ഫെസിലിറ്റി നമുക്ക് ഇല്ലല്ലോ. എന്നാ പോ. അയ്യോ വേണ്ട, ഇവര് അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ, നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടായോ? എന്നതാ ഉരുപ്പടി? തങ്കക്കട്ടി, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. അയ്യോ, എമ്പടി കാണുമായിരിക്കും. എമ്പടി ഒന്നുമില്ല, ഒരു 10-20 കിലോ കാണും. എന്റെ പരുമല തിരുമേനി, ഇവിടെ വേണ്ട, നമുക്ക് സ്ട്രോങ് റൂമിലേക്ക് പോകാം. ഇവിടെ നിൽക്കൂ. പെട്ടി അങ്ങ് തുറന്നട്ടെ, തൂക്കി നോക്കി ഇപ്പൊ തന്നെ നമുക്ക് ലോക്കറി വെക്കാം. ഒരിക്കൽ നിങ്ങൾക്ക് വരും, ഒരിക്കൽ ഇവിടെ ഉണ്ടാവും. ഉണ്ട ഇവിടെ വെച്ച് തന്നെ എണ്ണിയെടുക്കാം. പെട്ടി അങ്ങ് തുറന്നട്ടെ. അയ്യോ, എന്നതാ ഇത്? അരിയുണ്ടയോ? താക്കോലോ? എന്താ ഇത്? അപ്പൊ നിങ്ങൾ ഉണ്ടയിടാൻ വന്നവരല്ലയോ? ഇന്ന് മുതൽ തന്നെ ഗോതമ്പുണ്ട തിരിക്കാനാണ് ഞങ്ങൾ. അയ്യോ, നിങ്ങൾ പോലീസുകാരാണോ? അല്ല, പട്ടക്കാരാ. എന്താ, തനിക്ക് കുമ്പസാരിക്കണോ? ബോംബ് പൊട്ടി മരിച്ച തിരുമുൽപ്പാടിന്റെ ഇവിടുത്തെ ലോക്കറിന്റെ കീ ആയത്. ഈ പച്ചൻ ഓർമ്മ വരുന്നില്ല? അബൂട്ടിയെ ഇല്ല, ഉപദ്രവിക്കില്ല, പക്ഷേ സഹകരിക്കണം. എന്നാൽ ഇതിന്റെ മാച്ചിങ് കീ എടുത്ത് ആ ലോക്കർ തുറക്ക് വേഗം. അതിനകത്തുള്ളത് മുഴുവൻ എടുത്തു, അതെല്ലാം ഇങ്ങ് എടുക്കട്ടോ.
ഡോക്യുമെന്റ്. തിരുമുൽപ്പാടിന്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് റോയൽ പർച്ചേസ്. ഈ ഫ്ലോപ്പി ഡിസ്കിന് പല കഥകളും പറയാനുണ്ടാവും സാർ. ഉണ്ടാവും. സാർ ഒരു ലെറ്റർ. പവർ ഓൺ. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ. ഫീ ഫോർ സർവീസ് ₹7 lakhs. തിരുമുൽപ്പാട് എന്നാ ഇതൊക്കെ ഇവിടെ കൊണ്ട് തന്നത്? അദ്ദേഹം പടക്കം പൊട്ടി ചത്തതിന്റെ 2 ആഴ്ച മുമ്പ്. നിങ്ങൾ എന്നാ അവസാനമായി അങ്ങനെ കണ്ടത്? ഈ ഉരുപ്പടികൾ ഇവിടെ കൊണ്ടുവന്ന ദിവസം 3 ആഴ്ച കഴിഞ്ഞ് 4 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഉണ്ടേടാവെന്ന് പറഞ്ഞു പോയതാ. വരാമെന്ന് പറഞ്ഞ ദിവസം അദ്ദേഹം പടക്കം പൊട്ടി ചത്തത്. അബൂട്ടി, സാർ. ഇതൊക്കെ അങ്ങോട്ട് എടുത്തോളുക. ആ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതും ഇതൊക്കെ കണ്ടതും നമ്മൾ 4 പേരല്ലാതെ വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ അകത്ത് കിടന്ന് അന്ന് തൊട്ട് ഉണ്ട തിന്നേണ്ടി വരും. ആ, ഉണ്ടതിനുണ്ടായേ. മുടിയൊക്കെ കൊയ്യല്ലേ, ഉപയോഗം വരും. ഇരിക്കട്ടെ. ഈ റെഡ് സർക്കിളിനുള്ളിൽ കാണുന്ന 2 പാർട്സ് ആണ് കേടായത്. കേടായതല്ല, തിരുമുൽപ്പാട് കേടാക്കിയിരിക്കുന്നത്. സ്വന്തം മക്കളെപ്പോലെ എന്ന് ബോർഡ് മെമ്പർ മൂസ വിശേഷിപ്പിച്ച ജനറേറ്ററുകളിൽ ആദ്യത്തേത് തിരുമുൽപ്പാട് അതിവിദഗ്ധമായി കേടാക്കിയത് 19/1/94 21/1/94 തിരുനെൽവേലിയിലെ 315 ഏക്കർ സ്ഥലം തിരുമുൽപ്പാടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതുൾപ്പെടെ തിരുമുൽപ്പാട് വാങ്ങിയിട്ടുള്ള എല്ലാ അസറ്റുകളുടെയും സോഴ്സ് പവർ ഓൺ നൽകിയ കൈക്കൂലിയാണ്. 2ാമത്തെ ജനറേറ്റർ നശിപ്പിച്ചതിന്റെ കൈക്കൂലിയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുത്ത പെട്ടിയിൽ തന്നെ ആവണം ഈ ബോംബും വെച്ചിരുന്നത്. അല്ല, അങ്ങനെ സംശയിക്കാൻ കാരണം? ഈപ്പച്ചന്റെ പൂമുറ്റത്ത് ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ തിരുമുൽപ്പാട് വരുമെന്ന് പറഞ്ഞ ദിവസം, ഗോപിനാഥൻ തിരുമുൽപ്പാടിന് പാർട്ടി കൊടുത്ത ദിവസം, തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം, ഇത് 3ഉം ഒറ്റ ദിവസമാണ്. തിരുമുൽപ്പാട് പലപ്പോഴായി ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും ഒക്കെ പോയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ണിമാറ ട്രാവൽസിന് കിട്ടിയത് എല്ലാം പവറോണിന്റെ വകയാണ്. മരണത്തിന് മുമ്പ് തിരുമുൽപ്പാട് കുടുംബസമേതം നടത്തിയ യാത്രയ്ക്ക് ഏതാണ്ട് 65,000 രൂപയോളം ചിലവായിരുന്നു. ആ ടിക്കറ്റിന്റെ ചാർജ് പേ ചെയ്തിരിക്കുന്നതും പവറോണ. ഓസിന് ടിക്കറ്റ് കിട്ടിയപ്പോ അതിന്റെ കെയർ കാശിയിലും ഗംഗയിലും ഒക്കെ മുങ്ങിക്കുളിച്ച് ചെയ്ത വഞ്ചനയുടെ പാപം തീർക്കാവുന്ന തിരുമുൽപ്പാട് കരുതി കാണും. ഒടുക്കം പവറോണിന്റെ കെയർ ഒരു അഗ്നിശുക്തി. ആളൊടലോടെ സ്വർഗത്തെത്തി കാണും. പവറോണും തിരുമുൽപ്പാടും തമ്മിൽ ഒരു ഹെൽത്തി കണക്ഷൻ ഉള്ളതെങ്കിൽ പിന്നെ എന്തിനാ അവരാളെ കൊല്ലണം? കേടായ ജനറേറ്ററുകളുടെ ടെക്നിക്കൽ നോഹോ അറിയുന്ന ഒരേ ഒരാൾ തിരുമുൽപ്പാടാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പവർ ഓൺ പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു. താൻ പവർ ഓണിനുണ്ടാക്കി കൊടുത്ത ലാഭത്തിന്റെ കണക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പൊന്മുട്ടകൾ ആവശ്യപ്പെട്ട് കാണും ഈ തിരുമുൽപ്പാട്. അവിടെ പവർ ഓൺ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു, കേടാക്കപ്പെട്ട ജനറേറ്ററുകൾ ഒരിക്കലും നന്നാകരുതെന്നും വീണ്ടും നന്നാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ വസൂലാക്കാൻ തിരുമുൽപ്പാട് ജീവനോടെ ഉണ്ടാകരുതെന്നും അവരങ്ങ് തീരുമാനിച്ചു. ആ തീരുമാനം എവിടെ വെച്ച് ആരെടുത്തു എന്നാണ് ഇനി നമ്മൾ തെളിയിക്കേണ്ടത്. അതിന് തിരുമുൽപ്പാടിന്റെ അവസാനത്തെ വിരുന്നിലെ നമ്മൾ ഒഴിവാക്കി നിർത്തിയ ഒരു അതിഥി, കമ്മീഷണർ മായാപ്പിള്ള. Don't play with a gun, ma'am. It's deadly dangerous. What the bloody hell do you want? We want some sacred secrets from you. നമുക്ക് അകത്തോട്ട് സൗകര്യമായിട്ടിരുന്ന് സംസാരിക്കാം. Official matter സംസാരിക്കാനാണെങ്കിൽ എനിക്കൊരു ഓഫീസ് ഉണ്ട്. ഓഫീസ് ഫോർമാലിറ്റീസ് ഉണ്ട്. Come through the proper channel. നിങ്ങളിൽ നിന്ന് ലീഗൽ അഡ്വൈസ് സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങൾ. ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആക്ടിവിറ്റീസിന് കൂട്ടുനിന്ന് അവനിൽ നിന്ന് പണം പറ്റി അവന് വേണ്ടി തെളിവുകൾ വളച്ചൊടിച്ച് കേസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ കമ്മീഷണറുടെ അടുത്ത് വരാൻ ചാനൽ ഇത്രയ്ക്കൊക്കെ പ്രോപ്പറായാൽ മതി. Shut your mouth. പിന്നെന്താ? പക്ഷെ എന്റെ വായ മൂടിക്കെട്ടുന്നതിന് മുമ്പ് ഈ പെട്ടി ഒന്ന് തുറന്നു കാണണം. അബൂട്ടി, സർ. നിങ്ങൾക്കെതിരായുള്ള എവിഡൻസുകളാണിത്. മണി പവർ കൊണ്ടും പൊളിറ്റിക്കൽ പവർ കൊണ്ടും ഇനി നശിപ്പിക്കാൻ കഴിയാത്ത തെളിവുകൾ. തളർച്ച ഒന്ന് മാറട്ടെ. മണിക്കൂറുകൾക്ക് മുമ്പ് പവർ ഓൺ ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ച ഞങ്ങൾ അറിഞ്ഞു.
മാഡം ഒന്ന് ഓർക്കണം, IPS റാങ്കിലുള്ള നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് ട്രിബ്യൂണലിന്റെ സഹായം ആവശ്യമുള്ളൂ. കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനും എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല, നിങ്ങളുടെ പോലും. കൂടുതലൊന്നും ആലോചിക്കണ്ട മാഡം. ഓടാനും ഒളിക്കാനും ഒരു വഴിയില്ല. എല്ലാ മാർഗങ്ങളും അടച്ചുപൂട്ടിയിട്ടാണ് ഞങ്ങൾ മാഡത്തിന്റെ ഈ മാളത്തിലെത്തിയിരിക്കുന്നത്. ഞങ്ങളോട് സഹകരിക്കുക, അതേ നിവൃത്തിയുള്ളൂ. ബോർഡ് മെമ്പർ മൂസാഖാന്റെ മുദ്രാവാക്യം പോലെ ഹെൽപ്പ് us to help you. ഏറെ അഭിമാനത്തോടും അതിലേറെ ആവേശത്തോടും IPS തൊപ്പി തലയിൽ അണിഞ്ഞവളാണ് ഞാൻ. അതിന്ന് എനിക്കൊരു ബേർഡൻ ആയിരിക്കുന്നു. ആ ബേർഡൻ എനിക്ക് ഇറക്കി വെക്കണം. ആരൊക്കെയോ റിമോട്ടിലൂടെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ്, അതാണ് ഇന്ന് ഞാൻ. ആരൊക്കെയോ എന്ന് പറയുന്നതിനേക്കാൾ കണ്ണൻ മേനോൻ, DGP പിള്ള, ഗോപിനാഥൻ, ബോർഡ് മെമ്പർ മൂസ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമായി. അതെ, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് തിരുമുൽപ്പാട് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും നിങ്ങൾക്കറിയാം. യെസ്, എനിക്കറിയാം. തിരുമൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം പവർ ഓണിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പാർട്ടി നടന്നിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ആ പാർട്ടിയിൽ മൂസയും DGP പിള്ളയും MP ഗോപിനാഥനും ഉണ്ടായിരുന്നു. ഹലോ മായ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഹലോ മായ. പ്രോട്ടോകോൾ ഒന്നും നോക്കണ്ട. ഇഷ്ടമാണെങ്കിൽ ഒരു സ്മാൾ കഴിക്കാം. ചാണ്ടി കയറി വെള്ളം മൂത്തപ്പോ ഇതുപോലൊരു പെണ്ണിനെ കയറി പിടിച്ചതിന് ഒരുത്തൻ കോടതി മുഴുവൻ കേറി ഇറങ്ങി മാപ്പ് പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കുക. ഓർമ്മ വേണം സാറേ, ഓനും ഒരു DGP-യാ. വാടോ വാടോ. തിരുമുൽപ്പാട് വന്നില്ലേ ഇതുവരെ? വരും. ജനറേറ്റർ കേടാക്കിയതിന്റെ കൂലി കണക്ക് പറഞ്ഞു വാങ്ങിക്കൊണ്ട് പോകാൻ അയാൾ ഇപ്പൊ എത്തും. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 2 ജനറേറ്ററുകൾ നിശ്ചലമാക്കിയതിന് 30 ലക്ഷം അവന് പോരത്രേ. ഇനി ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ കാശ് കൊടുക്കണമെന്ന്. വെള്ളപ്പൊക്കം വന്നാലും ശരി, ഡാമിൽ വെള്ളമില്ലാതാക്കാനുള്ള വിദ്യയും അയാൾ പറഞ്ഞു തരാമെന്ന്. ആ ഓൻ പറഞ്ഞു തരാമെന്ന് നമ്മക്കറിയാം. ഇവൻ എന്താ കരുതിയിരിക്കുന്നത്? പവറോൺ ഓന്റെ ഉമ്മാന്റെ പണ്ടാരത്തിനെ കൊന്ന് കടലിൽ താഴ്ത്തിയാലോ? അരമണിക്കൂർ, വെറും അരമണിക്കൂർ മതി തിരുമുൽപ്പാട് വായടയ്ക്കാൻ. നമ്മൾ കൊടുക്കുന്ന പണത്തോടൊപ്പം ഒരു സമ്മാനം കൂടി കൊടുക്കാൻ പവറോൺ തീരുമാനിച്ചു. അതേ പെട്ടിയിൽ ഒരു കുഞ്ഞു ടൈം ബോംബ്. നോ, ഞാനിത് സമ്മതിക്കില്ല. നീ മിണ്ടരുത്. നീയും ഞങ്ങളും തമ്മിലുള്ള ധാരണ അതാണ്. കേരളത്തിൽ നടന്ന 4 ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ടിൽ SP മായാപ്പിള്ളയുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. അത് മറക്കണ്ട. കുറച്ചു കാലമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്കൊരു മനം മാറ്റം. ഈ ബോംബ് ബ്ലാസ്റ്റിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാവരും എന്നെ കാത്തിരിക്കായിരുന്നല്ലേ? പിന്നല്ലാതെ. ഞങ്ങളെ കാണപ്പെട്ട ദൈവമല്ലേ തിരുമുൽപ്പാട് സാറ്. പിന്നെ വല്ലാതെ അങ്ങ് സൂപ്പിക്കല്ലേ പിള്ളാച്ചാ. ഇനി പുഷ്പാഞ്ജലിയും പാലാഭിഷേകവും നടത്താത്ത കുറവേ ഉള്ളൂ. തനിക്കൊരു രക്താഭിഷേകം നടത്തി ശുദ്ധി വരുത്താനാ ഞങ്ങളുടെ പ്ലാൻ, അല്ലേ പിള്ളച്ചാ? ഞാൻ ചോദിച്ച കാശ് എവിടെ? 1-2 രൂപയുടെ ലാഭമല്ലോ ഉണ്ടാക്കി തന്നത്. അതങ്ങ് കൊടുക്കരുതോ ഗോപിക്കുട്ട. ഒന്നട്ടെ. ബ്ലാക്കാ? വൈറ്റ് ആണല്ലെന്നറിയാം. കള്ളനോട്ടൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് പോലെ കള്ളമില്ലാത്തതാ ഞങ്ങളുടെ നോട്ടും, അല്ലേ അനന്താ? പിന്നെ ആ, നോണൊന്നുമില്ലേ? നോൺ വെജും വെജും AC-യിലും നോൺ AC-യിലും വേണ്ട വിധത്തിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. ഇരുപത്തൊന്ന് സാറിന്റെ കാറ് പോയി. ആ പിന്നെ
എന്നെ കസ്റ്റഡിയിലെടുക്കാം, അറസ്റ്റ് ചെയ്യാം. ട്രൈബ്യൂണലിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട. ഞാൻ സ്വയം കീഴടങ്ങുന്നു. എന്നോട് സുപ്പീരിയർ ഓഫീസർ എന്നുള്ള ബഹുമാനം വേണ്ട, ഒരു കുറ്റവാളിയോടുള്ള പരിഗണന മതി. ഇല്ല, മാഡത്തെ ഞങ്ങൾ മാപ്പ് സാക്ഷിയാക്കാം. ഈ നിമിഷം മുതൽ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. പക്ഷേ വലയ്ക്ക് പുറത്ത് നിൽക്കുന്ന തിമിംഗലങ്ങൾ അകത്താകുന്നതുവരെ നമ്മൾ 4 പേരൊഴിച്ച് മറ്റൊരാൾ ഇത് അറിയരുത്. പ്രത്യേകിച്ച് കേരള പോലീസിലെ ഏമാന്മാർ. മനസ്സറിഞ്ഞാണ് ഈ കുറ്റസമ്മതമെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങൾ ധരിക്കുന്ന മുദ്ര വെച്ച തൊപ്പിയെ വിശ്വസിച്ച് ഞങ്ങൾ പോകുന്നു. നിങ്ങളെ ചതിച്ച് രക്ഷപ്പെട്ടു പോയാലും ഞാൻ എനിക്ക് വിധിക്കുന്ന ശിക്ഷ മരണമാണ്. യൂണിഫോം അണിഞ്ഞ് നീതി നടത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോ എനിക്ക് എന്നോട് തന്നെ നീതി കാണിക്കണം. നിയമത്തിന് ഞാൻ കീഴടങ്ങും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അതെ, അവനും അവന്റെ കുണ്ടന്മാരും കൂടെ മുങ്ങി തപ്പി എടുത്തതൊക്കെ ചാരമാക്കി തെങ്ങിനിട്ട് നമ്മൾ 3 രക്ഷപ്പെട്ടു. പക്ഷേ തെളിവിനൊരു കീറ കടലാസ് പോലും ഇല്ലാതെ അവൻ നമ്മളെ എന്നാ പുല്ലുലത്താനാ. ഇത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. റോയൽ സെലിബ്രേഷൻ. എവിടെയാ? മുകളിലാണ് സർ. കമ്മീഷണർ ചത്തല്ലോ, ഇനി സിറ്റി ഒറ്റയ്ക്കങ്ങ് ഭരിച്ചോ. സർ പ്ലീസ്. എന്തോന്ന് പ്ലീസ്? ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് താൻ അവളെ ഞെക്കിപ്പിഴിഞ്ഞ് നീരെടുത്ത് ചണ്ടിയാക്കിയത് ഞങ്ങളൊക്കെ അറിഞ്ഞടോ. സർ ഇവിടെ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. എവിടെ വെച്ച് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സർവീസിൽ ഞാനാ സീനിയർ. ഞാൻ ചോദിക്കുന്നതിന് താൻ മറുപടി പറഞ്ഞാൽ മതി. എങ്ങനെയാണോ അവളെ കൊന്നത്? നിന്റെ ഹീമാങ്ങളി പൊതുജനത്തിനോട് മതി, പോലീസുകാരോട് വേണ്ട. ആ ചത്തോളം നീട്ടുള്ള സംബന്ധം ഞങ്ങൾക്ക് അറിയാവടാ. അമ്മയുടെ ഫോട്ടോ അയ്യോ, എന്താണ് തെറ്റ്? ഇന്നലെ രാത്രി നീ മായാപ്പിളെ ക്വസ്റ്റ്യൻ ചെയ്ത് മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർത്തി. എല്ലാം ഞങ്ങൾക്ക് അറിയാവടാ. താൻ എന്ത് കോപ്പാണ് പറഞ്ഞത്? ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ കൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയിപ്പിക്കും. ഞാൻ DGP ആണെങ്കിൽ ഇനി നീ കാക്കി വേഷം ഇടത്തില്ല. നീ സ്റ്റേറ്റ് പോലീസിൽ കാണത്തില്ലടാ. സാറിന് ഇത് തൊപ്പി അടിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ പറയാമോ? തൊപ്പി അടിച്ചു അടിച്ച് കരണക്കുറ്റി ഞാൻ പൊളിക്കോടാ പന്ന. എന്ത് ബുദ്ധിമുട്ട് കാണിച്ചു? അത് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. ആഫ്റ്റർ ഓൾ ഈസ് എ DGP. സർ, കണ്ടവന് വേണ്ടി കുരയ്ക്കാൻ മാത്രം അറിയാവുന്ന ഇയാളോടല്ല ചോദിക്കേണ്ടത്. ഈ മരണം ആഘോഷിക്കുന്ന കുറെ മേലാളന്മാരുണ്ട് പവറാണിൽ. അവന്മാരോട് ഞാൻ ചോദിച്ചോളാം. എവിടെയാണ് നിന്റെ പവർ ഓൺ സിൻഡിക്കേറ്റ്? ആദ്യം അന്വേഷിക്കുന്ന പവർ ഓൺ സിൻഡിക്കേറ്റുമായി യാതൊരു ബന്ധവും എനിക്കില്ല. പവർ ഓൺ പോയിട്ട് ഒരു മണ്ണെണ്ണ ജനറേറ്റർ വാങ്ങിക്കാൻ പോലുള്ള ത്രാണി എനിക്കില്ല. പിന്നെ ആരാടാ? എന്നെ ഒന്നും ചെയ്തത് ഞാൻ പറയാം. തമ്പുരാൻ! തമ്പുരാൻ!
നാം നമ്മെ പരിചയപ്പെടുത്തട്ടെ. ഇളയെടുത്ത് കൊട്ടാരത്തിലെ വിശാഖം തിരുനാൾ പ്രതാപവർമ്മ, യുവരാജാവ്. അതിലൊക്കെ അപ്പുറം ഈ പൗറോന്റെ എല്ലാം ഇലക്ട്രിക്കൽ മാഫിയക്കെതിരെ നീ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ പരിസമാപ്തി എന്റെ മുമ്പിലാവണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. നീ നടത്തിയ ഓരോ നീക്കവും ഞാൻ വെട്ടിയത് നീ അറിഞ്ഞില്ല. അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തും എന്റെ മുഖം നീ തിരിച്ചറിഞ്ഞില്ല. നിന്റെ ഹാൻഡ് കഫിനുള്ളിൽ എന്റെ കൈകൾ വീഴില്ല. എന്റെ ഹാൻഡ് കഫിനുള്ളിൽ നിന്റെ കൈയും വീഴും. ഞാൻ ഒരുക്കുന്ന കൊലക്കയറിൽ നിന്റെ കഴുത്തും കുടുങ്ങൂടാ. എന്തിനാണോ ഈ പരേഡ്? മൂർത്തി ക്ഷമിക്കണം സർ. താക്കിയിട്ടിരിക്കുന്ന ഈ പാവങ്ങളെ ദേഹത്തിലെ കൊഴുപ്പിളക്കാനാണോ? മൂർത്തി ഐ വിൽ സസ്പെൻഡ് യു. താൻ എന്നെ ഒരു കോപ്പും ചെയ്യത്തില്ല. താ കിടക്കുന്ന രാജിക്കത്ത്. ഇപ്പൊ ഞാൻ തന്നെ മുന്നിൽ നിൽക്കുന്നത് സഖാവ് കൃഷ്ണമൂർത്തിയായിട്ട്. ഈ നിമിഷം മുതൽ എന്റെയും രാമദേവൻ നായനാരുടെ യൂണിഫോമിന്റെ നിറം കാക്കിയല്ല, കടും ചുവപ്പ. അത് ഇനിയും ചുവക്കോടൂ. തന്റെയും തന്നെ മറ്റവന്മാരുടെയും ചോരയുടെ നിറം കൊണ്ട് താൻ കൂടുതൽ മൂപ്പിക്കുന്നു വേണ്ടുവാ. പെറ്റ തള്ളയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പോലും താൻ കാണിച്ച നാടകമൊക്കെ ഈ നാട്ടിലെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ലാണ്ട് താൻ കരുതണ്ട. താൻ തല്ലിച്ചരച്ച ശരീരവും ചവിട്ടി തേച്ച മനസ്സുമായി ആർമി ഇപ്പോഴും ആശുപത്രിയിലാടോ? കിടക്കട്ടോ, അവരിനി സ്റ്റേറ്റ് പോലീസ് ചിരക്കണ്ട. വടിയെ കുത്തി നടക്കാറാകുമ്പോ പല രേഖാ കോർപ്പറേഷന്റെയോ അണ്ടിക്കമ്മയുടെ MD ആക്കാം. അല്ലെങ്കിൽ താനിപ്പോ ചെയ്യുന്ന പോലെ പോലീസിലെ ഊത്തുകാരനാക്കാം. പോരെ? പോരാ. പലതരത്തിൽ ഊതാൻ താൻ തയ്യാറുള്ളപ്പോ ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള വേക്കൻസി ഇല്ലുവാ. ഒന്നോർത്തു, എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇനി ഞാൻ ചെലവഴിക്കാൻ പോകുന്നത് ആദ്യയുടെ ആയുസ് കൂട്ടാനായിരിക്കും. തിരിച്ചു കൊണ്ടുവരും ഞാൻ അവനെ, തന്റെയൊക്കെ തലയ്ക്ക് മീതെ കൂടെ. എന്തിനാണെന്നോ? നിന്റെയും നിന്റെ രാജാക്കന്മാരുടെയും തല കൊയ്യാൻ. Count down on that.